നമ്മുടെ രാജ്യം വികസനം ഇങ്ങനെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് അതും ഒരു കാലത്ത് നമ്മൾ വരും. അപ്പൊ നമ്മൾ ടാക്സിക്കാരും ഓട്ടോക്കാരും കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ പറഞ്ഞ മാറ്റങ്ങൾ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ ഒരു ബൈക്ക് ടാക്സി വന്നതുകൊണ്ട് ഓട്ടോക്കാരുടെ ഓട്ടം കുറയുമെന്ന് തീർച്ചയായിട്ടും കോമ്പറ്റീഷൻ ഉണ്ടാവും. ഇപ്പൊ ഞാൻ നോക്കിയപ്പോൾ തന്നെ കാക്കനാട് ചുമ്മാ ട്രിപ്പ് എടുത്ത് നോക്കിയപ്പോൾ തന്നെ അത്യാവശ്യം ഒരു 6-7 ബൈക്കുകളൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ എനിക്കൊരു കുഴപ്പം തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു ബൈക്ക് ഓട്ടോറിക്ഷ ഓടിക്കണമെങ്കിൽ വേണ്ട പേപ്പറുകളുടെ എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ CNG ഓട്ടോ ആണ്. CNG ഓട്ടോ ഓടാനായിട്ട് വേണ്ട പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RC, ഇൻഷുറൻസ്, പുക, പിന്നെ ഈ പറഞ്ഞ പെർമിറ്റ്, ഫിറ്റ്നസ്, ആദ്യത്തെ ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഫിറ്റ്നസ് വേണം. പിന്നെ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിലിണ്ടറിന്റെ 3 വർഷം കൂടുമ്പോൾ സിലിണ്ടർ ടെസ്റ്റ് ചെയ്യണം, അതിനൊരു പേപ്പറുണ്ട്, അത് വേണം. പിന്നെ ഈ പറഞ്ഞ മീറ്ററിന് പേപ്പർ വേണം. പിന്നെ പറഞ്ഞ നമ്മുടെ ഈ ഫയർ എക്സ്റ്റിങ്വിഷർ ഇല്ലേ, അതിനും ഒരു പേപ്പറുണ്ട്, അതും വേണം. ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു ഓട്ടോ നമുക്ക് റോഡിൽ ഓടിക്കാൻ പറ്റുള്ളൂ. ആ നേരം ബൈക്ക് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും വേണ്ട. RC, പിന്നെ ഇൻഷുറൻസും, പിന്നെ ഈ പറഞ്ഞ ഇതും മാത്രം മതി.